ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബർഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ കഴിക്കാനായിട്ട്. എസ്പെഷ്യലി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബർഗർ. അത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി സവാള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ വറ്റൽമുളകില്ലേ, അതിതുപോലെ ക്രഷ് ചെയ്തതാണ്. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അത് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് ബർഗറിന് ഒത്തിരി എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരി. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. കണ്ടോ, ഇപ്പം നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനിയും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഒത്തിരി നൈസായിട്ട് അങ്ങ് അരയ്ക്കണ്ട. നമ്മുടെ പൾസ് ബട്ടണിൽ ഇട്ടിട്ട് 2-3 പ്രാവശ്യം കറക്കിയെടുത്താൽ മതി. ഞാനിത് 2 ട്രിപ്പായിട്ടാണ് ചെയ്തെടുത്തത്. ചെറിയ ജാറിലാണ് ചെയ്തത്, അതുകൊണ്ട് 2 ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ചിക്കന് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒത്തിരി ഇട്ട് അരയ്ക്കരുത്. ചിക്കൻ എല്ലാം കൂടെ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി, അതിനുശേഷം അതിലേക്ക് 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ബ്രെഡാണ്. ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് മുറുകാൻ വേണ്ടിയാണ് നമ്മൾ ഇനി ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അതിൻ്റെ സൈഡെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം മതി. അതിതുപോലെ കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരു മുറുക്കം വരുന്നിടം വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. ഇപ്പോഴും അത് ലൂസാണ്. അപ്പം ബാക്കിയുള്ള ബ്രെഡും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവൊന്ന് മുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ബർഗറിൻ്റെ ഷേപ്പിൽ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. ആ അടപ്പിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടില്ലേ, ഇതുപോലെ പരത്തി കൊടുക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഷേപ്പിൽ അത് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷേ കയ്യെക്കാട്ടിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു അടപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഇറക്കി വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ബർഗർ നമുക്ക് ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് വയ്ക്കണം. അപ്പം നമുക്കിതിനെയും ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഇതുപോലെ തന്നെ വയ്ക്കാം. ബാക്കിയുള്ള ബാറ്ററും നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി ഇതുപോലെ ഷേപ്പിൽ പിടിച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ കേടുകൂടാതെ ഒരു 3-4 ദിവസം വെക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്, കേടൊന്നും ആവത്തില്ല. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിൽ ഒത്തിരി നല്ല ടേസ്റ്റിയാണ് ഈ ബർഗർ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്, വളരെ ഈസിയാണിത്. അങ്ങനെ ബാക്കിയുള്ളതും എല്ലാം ഞാൻ ഇതുപോലെ ബർഗറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും ഫ്രീസറിൽ വയ്ക്കട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്കിനി ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് മുക്കിയെടുക്കണം. അതിൻ്റെ പുറകുവശം ഒരു ക്രിസ്പിനെസ് ആകാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ എടുത്തിരിക്കുന്നത് മൈദയാണ്. ഈ മുട്ടയുടെ ബാറ്ററിൽ ഒരു സ്വല്പം കുരുമുളക് പൊടിയും ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരും. അതിനുവേണ്ടിയാണ് കുരുമുളക് പൊടി ഉപ്പും ചേർക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഈ ബ്രെഡ് ക്രംസ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ മുമ്പേ ബ്രെഡ് എടുത്തില്ലായിരുന്നോ, അതിൻ്റെ സൈഡില്ലായിരുന്നു, അതാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തതാണ്. അതാണ് ഞാൻ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബർഗറിൻ്റെ പാറ്റീസ് ഇല്ലേ, അതിതുപോലെ നമ്മൾ ആദ്യം മൈദയിൽ മുക്കുക, അതിനുശേഷം നമ്മൾ മുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബർഗറിൻ്റെ പാറ്റീസ് റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ ഇതിൽ നമ്മൾ ആദ്യം പൊടിച്ച ബ്രെഡ് ചേർത്തില്ലേ, അത് ഏകദേശം ഞാനൊരു 7 സ്ലൈസ് ബ്രെഡോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള പാറ്റീസ് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി കുറച്ച് ബർഗർ നമ്മുടെ പാറ്റീസ് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ 4 എണ്ണം ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. വേറെ ഒരു 3 എണ്ണം കൂടെ ഞാൻ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അല്ലാതെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബർഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, പെട്ടെന്ന് പുറം കരിഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ അകമൊന്നും വേവത്തില്ല. ഇത് ലോ ഫ്ലെയിമിലിട്ടൊരു 6 to 7 മിനിറ്റ്സ് നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തതെന്ന് വേവിച്ചെടുക്കുക. കണ്ടോ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബർഗർ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി അത് എണ്ണയെന്ന് എടുത്ത് മാറ്റാറായി. കണ്ടോ, ഇപ്പോൾ കാണുമ്പം തന്നെ അറിയാം അത് കറക്റ്റ് നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ടെന്ന്. നമുക്കിനി ഇത് എണ്ണയെന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള ബർഗർ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പാറ്റീസ് റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് വളരെ ഈസിയാണിത് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബർഗറെല്ലാം റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കതിലേക്കുള്ള നമ്മുടെ സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണ് നമ്മുടെ മയണീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂണ് ചില്ലി സോസ്. പിന്നെ ചേർക്കുന്നതാണ് മസ്റ്റാർഡ് സോസ്. ഇത് മസ്റ്റായിട്ട് നമ്മൾ ഈ ബർഗർ ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും ബർഗറിൻ്റെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നത്. അത് ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്, ടൊമാറ്റോ സോസ്. അതും നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ബർഗറിൻ്റെ സോസ്. ഇനി നമുക്ക് ബർഗർ റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ബർഗർ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിത് സെൻറ്ററിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബർഗർ ഇനി നമുക്ക് ഒരു തവയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് ഒരു സ്വല്പം ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് ബണ്ണ് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ബണ്ണ് നമുക്ക് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ബർഗർ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ സാൻഡ്വിച്ച് ചീസും കൂടെ അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ചീസെല്ലാം ഒന്ന് മെൽട്ടായിട്ട് വരും. ഇനി നമുക്കതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലട്ടൂസിൻ്റെ ഇലയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സവാള ഇതുപോലെ അരിഞ്ഞതുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ടൊമാറ്റോ ആണ്. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് നമ്മുടെ ബണ്ണിലേക്ക് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് ഇല്ലേ, അത് ഇതുപോലെ ഫസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, അതുപോലെ തന്നെ കുക്കുംബർ, ലെറ്റൂസിൻ്റെ ഇല, ഇതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബർഗർ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ചും കൂടെ സോസ് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് ഇതുപോലെ നമ്മൾ കുറച്ചും കൂടെ സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ
മറ്റൊരു ബണ്ണില്ലേ അതിൻ്റെ മോൾ ഭാഗം കൊണ്ട് ഇതുപോലെ കവർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ബർഗർ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, വളരെ പെട്ടെന്നല്ലേ നമ്മൾ റെഡിയാക്കിയെടുത്തത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെളിയിൽ പോയി ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.